നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ നയിക്കാൻ പുതിയ അധ്യക്ഷൻ എത്തുമോ എന്ന് ഇന്നറിയാം. അധ്യക്ഷ പദത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഉച്ചയ്ക്ക് 2-നാണ് പത്രിക സമർപ്പിക്കുക. തെരഞ്ഞെടുപ്പ് വേണമെങ്കിലും മത്സരം ഒഴിവാക്കിക്കൊണ്ട് ഒറ്റപ്പോരായിരിക്കും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുക. രാവിലെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവഡേക്കറുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി ചേരും. ഈ യോഗത്തിൽ ചർച്ചയാകുന്ന പേര് കേന്ദ്ര നേതൃത്വത്തെ അദ്ദേഹം അറിയിക്കും. സംസ്ഥാന കൗൺസിലിലും തർക്കങ്ങളില്ലാതെ പേര് നിർദ്ദേശിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നിലവിലെ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ 5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തന്നെ തുടരട്ടെ എന്ന നിലപാട് നേതൃത്വം കൈക്കൊള്ളുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. കെ സുരേന്ദ്രനോട് ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയില്ലെന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. സുരേന്ദ്രന്റെ കീഴിലാണ് പാർട്ടി ആദ്യമായി ഒരു ലോക്സഭാ സീറ്റ് സ്വന്തമാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷത്തിനിടെ ബി.ജെ.പിയുടെ വോട്ട് ശതമാനം ഉയർന്നതെല്ലാം സുരേന്ദ്രന് അനുകൂല ഘടകമാണ്. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സുരേന്ദ്രനെതിരെ ബി.ജെ.പിയിൽ വലിയ പൊട്ടിത്തെറികൾ പാർട്ടിയിൽ ഉടലെടുത്തിരുന്നു. സന്ദീപ് വാര്യർ പാർട്ടി വിടാനടക്കം ഈ പൊട്ടിത്തെറി കാരണമായി. എന്നാലും വലിയ ഉലച്ചിലൊന്നും നേതൃത്വത്തിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ബി.ജെ.പിക്ക് തികച്ചും നിർണായകമാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ബി.ജെ.പിയെ ഒരു വനിത നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് ബി.ജെ.പി ദേശീയ നേതൃത്വം എത്തുമോ എന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബി.ജെ.പിയിലെ തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രന് സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എല്ലാം ബി.ജെ.പിയുടെ വോട്ടുകൾ കുത്തനെ ഉയർത്താൻ സാധിച്ച നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി.ജെ.പിയുടെ വോട്ടുയർത്താൻ ശോഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനോട് വലിയ വിഭാഗം നേതാക്കൾക്ക് താല്പര്യവുമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭയോടുള്ള താല്പര്യം മുതിർന്ന നേതാക്കളടക്കം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം ഈ പേരുകളൊന്നുമല്ലാതെ മറ്റേതെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ മനസ്സിലുണ്ടോ എന്നാണ് അറിയേണ്ടത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ചയാണെങ്കിലും മത്സരം ഒഴിവാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് ബി.ജെ.പിയുടേത്. അതിനാൽ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്ന ഒരാൾ മാത്രമാകും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. സംസ്ഥാന അധ്യക്ഷ പദവിയിലുള്ള കെ സുരേന്ദ്രൻ 5 വർഷം പിന്നിട്ട് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സുരേന്ദ്രൻ തുടരട്ടെ എന്ന് തീരുമാനിച്ചാൽ സംസ്ഥാന ഭാരവാഹികളും ദേശീയ കൗൺസിൽ അംഗങ്ങളും മാത്രമാണ് പുതുതായി വരിക. എം.ഡി. രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് സീനിയോറിറ്റി അനുസരിച്ച് പാർട്ടിയിൽ സംസ്ഥാന അധ്യക്ഷ പദവിക്കായി കാത്തുനിൽക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.